ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നാം എല്ലാവരും നമ്മുടെ ജീവിത യാത്രയുടെ ചെറുതും വലുതുമായ എല്ലാ ഘട്ടങ്ങളിലും നാം അഭിമുഖീകരിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും യജമാനനും ഉടമസ്ഥനുമായ സർവശക്തനായ അല്ലാഹുവിന്റെ നിയമങ്ങൾക്കും നിരോധനങ്ങൾക്കും പരിഗണന നൽകി അവൻ കൽപ്പിച്ചത് ജീവിതത്തിൽ നിലനിർത്തിയും അവൻ നിരോധിച്ചത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയും പടച്ചവന്റെ പ്രീതി നേടുന്ന രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. നടപടിക്രമങ്ങളും സമ്പ്രദായങ്ങളും കൊള്ളക്കൊടുക്കുകളും പോക്കുവരവുകളും ഇഷ്ടാനിഷ്ടങ്ങളുമൊക്കെ ഈ ഒരടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ തഖ്വയുടെ താൽപര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ന്യായീകരണം കണ്ടെത്താതെ മനസ്സും അതും തമ്മിൽ താളപ്പൊരുത്തത്തിലേക്ക് എത്താൻ ഇടവരുത്താതെ അവയിൽ നിന്ന് ബോധപൂർവം അകന്നു മാറി നിലകൊള്ളണം. ഇതാണ് രക്ഷയുടെ ഏകമാർഗം. അത്രയും പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സർവശക്തനായ നാഥൻ യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക മനുഷ്യ ചരിത്രത്തിൽ അൻസാറുകളും മുഹാജിറുകളും തമ്മിലുള്ള പരസ്പര സ്നേഹത്തോടും സമർപ്പണത്തോടും സാഹോദര്യത്തോടും അടുത്തു നിൽക്കുന്ന മറ്റൊരു സംഭവം കാണാൻ വലിയ പ്രയാസമാണ്. എന്നല്ല, അങ്ങനെ സംഭവിക്കുകയില്ല. അൻസാറുകൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വരുന്ന അനുചരന്മാരെ സ്വാഗതം ചെയ്യാൻ തുറന്ന മനസ്സ സന്നദ്ധമായ മദീനയിലെ സത്യവിശ്വാസികളെ സംബന്ധിച്ചാണ്. മുഹാജിറുകൾ എന്ന് സാങ്കേതികമായി ഇസ്ലാമിക സമൂഹത്തിനകത്ത് പ്രയോഗിക്കുമ്പോൾ അതിന്റെ തേട്ടം, അതിന്റെ താൽപര്യം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിശ്വാസിയായി നിലകൊള്ളാൻ തീരുമാനിച്ചതിന്റെ പേരിൽ പരീക്ഷണങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുകയും അങ്ങനെ സ്വദേശം വെടിഞ്ഞ് അഥവാ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ നടത്തുകയും പലായനം നടത്തുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചാണ്. മനുഷ്യന് പൊതുവെ മനുഷ്യന്റെ ഒരു പ്രകൃതം സുഖസൗകര്യങ്ങളും ജീവിതത്തിന്റെ മറ്റ് വിഭവങ്ങളും കിട്ടുന്നതിനനുസരിച്ച് അവന്റെ ആവശ്യം കൂടും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ എല്ലാ മനുഷ്യർക്കും തൃപ്തിയാകാൻ മാത്രം വിഭവങ്ങൾ മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവ് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അതല്ലാതെ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് ഒരാളും സന്താന വംശവർദ്ധനവുണ്ടാക്കുന്നത് വേറെ ഒരു കൂട്ടരുമല്ല. അപ്പൊ പ്രകൃതിയിൽ വിഭവക്കമ്മി എന്ന് പറയുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിലില്ല. ഇതിന്റെ വേറൊരു വശം ഞാൻ മുമ്പൊരിക്കെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതേസമയം ഒരു മനുഷ്യൻ, മുഴുവൻ മനുഷ്യർക്കും വേണ്ട വിഭവം ഇവിടെയുണ്ട്. അതേസമയം ഒരു മനുഷ്യൻ അവന്റെ അനിയന്ത്രിതമായ ആർത്തി ത്വരിപ്പിച്ച്, ത്വരിതപ്പെടുത്തി, ശക്തിപ്പെടുത്തി
അതിന്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചാൽ ഈ പ്രകൃതിയിലെ മുഴുവൻ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തിയാലും അയാളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഈ ആശയം പല ഭാഷയിൽ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അത്യാഗ്രഹത്തെ സംബന്ധിച്ചോ ധൂർത്തിനെ കുറിച്ചോ അല്ല സംസാരിക്കാൻ പോകുന്നത് എന്നതുകൊണ്ട് ഞാൻ ആ വശത്തേക്ക് കടക്കുകയല്ല. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ നിന്ന് ഇസ്ലാമികമായ ശിക്ഷണങ്ങളും പാഠങ്ങളും ഉൾക്കൊണ്ട് മനുഷ്യ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ത്യാഗം അൻസാറുകൾക്കും മുഹാജിറുകൾക്കുമിടയിൽ ഇസ്ലാം ഉണ്ടാക്കിയത്. അവർ പല കബീലകളുടെ പല ഗോത്രങ്ങളുടെ ആളുകളാണ്. ദേശീയതകളും ഉപദേശീയതകളും ഒക്കെ ലോകത്ത് എന്നും പ്രശ്നമാണ്. ഒരു നിശ്ചിതമായ പ്രദേശത്തിന്റെ പരിധിക്ക് പുറത്തുള്ളവനെ മനുഷ്യനായിട്ട് തന്നെ പരിഗണിക്കാത്ത സിദ്ധാന്തം അഥവാ ദേശീയമായ കാഴ്ചപ്പാട്, ദേശീയത എന്ന ഒരു ആശയം തന്നെ ഇന്ന് ലോകത്ത് ഒരുപാട് കലാപങ്ങളും യുദ്ധങ്ങളും നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിർത്തിക്കപ്പുറത്തുള്ളവനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നതാണ് അവിടെ പ്രശ്നം. ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, സത്യവും നീതിയും ധർമ്മവുമൊക്കെ രാജ്യാതിർത്തികൾ വെച്ച് നിശ്ചയിക്കുന്നിടത്തേക്ക് ലോകമെത്തിയിരിക്കുകയാണ് ഈ പരിഷ്കൃത യുഗത്തിൽ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലെ ഈ മഹിതമായ മാതൃക നമ്മുടെ കൺമുമ്പിൽ വരുന്നത്. അവര് രണ്ടു കൂട്ടരും അഥവാ അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ അവരുടെ സാഹോദര്യവും അവരുടെ ത്യാഗവും, ആരുടെ ത്യാഗമാണ് ഏറ്റവും കൂടുതൽ എന്നതിന് വിലയിടാൻ പോയാൽ, എന്നതിന് മാർക്കിടാൻ പോയാൽ, ആ വിഷയം പഠിച്ച് അതിൽ വിധി പറയാൻ തീരുമാനിച്ചയാള് അങ്ങനെ സ്തബ്ധനായി ഇരുന്നു പോകും. അയാൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അടിയുറച്ചു നിന്ന് ജന്മഗേഹം വെടിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഉടുതുണിക്കും മറുതുണിയില്ലാത്തവരല്ല, മക്കയിലെ അറിയപ്പെട്ട സമ്പന്ന ഗോത്രങ്ങളിൽപ്പെട്ടവരാണ്. കച്ചവട സംഘങ്ങൾക്ക് നായകത്വം വഹിച്ചവരാണ്. മറുവശത്ത് മദീനയിൽ പൊതുവെ കർഷകരാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ മദീനക്കാര് മക്കയിൽ നിന്ന് മുഹാജിറുകളായിട്ട് വന്ന ഈ ആളുകൾക്ക് ഈ മദീനയിലെ അൻസാറുകൾ അവരുടെ കൃഷിയിടങ്ങൾ വീതിച്ചു കൊടുക്കാൻ തുടങ്ങി. ആ ആദ്യഘട്ടത്തിൽ ഇവർക്ക് കൃഷി തീരെ ശീലമില്ല. മക്കയിൽ നിന്ന് വരുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഇടപെട്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ കൃഷിഭൂമി അവർക്ക് കൊടുക്കണ്ട, അവർക്കെന്ത് കൃഷി, നിങ്ങൾ കൃഷി ചെയ്തോ നിങ്ങളുടെ കൃഷിഭൂമിയിൽ. ആര്? അൻസാരികൾ അഥവാ മദീനക്കാർ. നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ കൃഷി ചെയ്തോ, എന്നിട്ട് നിങ്ങളുടെ വരുമാനത്തിൽ നിന്നൊരു വിഹിതം കൊടുത്താൽ മതി. നോക്കൂ, നിങ്ങൾ ഈ കൃഷിഭൂമി തന്നെ വീതിച്ചു കൊടുക്കുക എന്നത് ഒരു സാധാരണഗതിയിൽ അചിന്ത്യമായ ഒരു സംഗതിയാണ്. അതാണ് മനുഷ്യന്റെ പ്രകൃതം. ഫഅമ്മാമൻ തഗ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മനോഭാവത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. ഒരു മനോഭാവം ഈ ദുരയുടെ, ആർത്തിയുടെ, വ്യാമോഹത്തിന്റെ, എത്ര കിട്ടിയാലും തികയാത്ത മനസ്ഥിതിയുടേതാണ്. ഈ മനസ്ഥിതി മനുഷ്യന്റെ സഹജഭാവമാണ്. ഇത് ഏതോ മനുഷ്യർക്കുണ്ടാകുന്ന തകരാറല്ല, ഇത് മനുഷ്യന്റെ സഹജഭാവമാണ്. പക്ഷെ ഈ സഹജഭാവം മനുഷ്യനിൽ ഉള്ളതോടൊപ്പം, അഥവാ അവന്റെ കൂടപ്പിറപ്പായിട്ട് ഇങ്ങനെ ഒരു ശീലം അവനിൽ ഉള്ളതോടൊപ്പം തന്നെ നന്മയുടെ കുറെ നാമ്പുകളും അവനിലുണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അതാണ് ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ എന്ന് ഖുർആൻ പറഞ്ഞത്. മനുഷ്യനിൽ ധർമാധർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. ഏതു വഴിയെ നമ്മൾ അതിനെ പരിപോഷിപ്പിക്കുന്നോ ആ വഴി അത് വളരും. അങ്ങനെ നന്മയുടെ നാമ്പുകളെ വളർത്തി 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 ഒരാൾക്ക് അബൂബക്കറിനോളം റളിയല്ലാഹു അൻഹു അബൂബക്കറിനോളം ഉയരാൻ കഴിയും. നന്മയുടെ നാമ്പുകളെ ഇടിച്ച് തകർത്ത് വ്യാമോഹത്തിന്റെയും ദുരയുടെയും അഹന്തയുടെയും അഹംഭാവത്തിന്റെയും കണികകളെ പരിപോഷിപ്പിച്ച് ഒരു മനുഷ്യന് അബൂജഹലിനോളം മതപ്പതിക്കാനുമാകും. ഈ രണ്ട് സാധ്യതകളും അല്ലാഹു തീരുമാനിക്കണതല്ല. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകിയിട്ടുള്ള ഈ പരീക്ഷണത്തിൽ, ഈ പരീക്ഷണശാലയിൽ സംഭവിക്കാവുന്ന ഒരു വിജയവും ഒരു പതനവുമാണ്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല.
ഈ ജീവിതം തന്നെ നമുക്ക് നൽകിയത് ഏറ്റവും നന്നായിട്ട് മാർക്ക് നേടുന്നത് ആര്, നന്മയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് ആര് എന്നറിയാനാണ്. അപ്പൊ ആ പരീക്ഷണത്തിന്റെ പാഠശാല, ആ പരീക്ഷണത്തിന്റെ വില, ആ പരീക്ഷണത്തിന്റെ മർമ്മം ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഇവർ പഠിച്ചു. ത്യാഗം എന്ത് എന്നവർ ശരിക്കും മനസ്സിലാക്കി. വേറെ എവിടെയെങ്കിലും ഷെയർ ചെയ്തിട്ട് ലൈക്ക് വാങ്ങാനോ അല്ലെങ്കിൽ അതിന്റെ വഴിയെ വേറെന്തെങ്കിലും വരുമാനമുണ്ടാക്കാനോ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും കാണിക്കുന്ന കാഴ്ചകളെ സംബന്ധിച്ചല്ല ഇവിടെ ത്യാഗം എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഒരു പരിധിക്കപ്പുറം എല്ലാം പരസ്യപ്പെടുത്തുമ്പോ കാത്തു സൂക്ഷിക്കേണ്ടുന്ന വലിയ മൂല്യങ്ങൾ വരെ ഒരു മാർക്കറ്റ് ചരക്കായി മാറും, അതിന് വിപണിയിൽ വലിയ വിലയുണ്ടാകും എന്ന് വന്നിരിക്കുകയാണിപ്പോൾ. അങ്ങനത്തെ ഒരു കാലത്തിരുന്നിട്ടാണ് നമ്മൾ ആ ആളുകളുടെ ത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മളുടെ ഫ്രെയിമിലായി പോകും അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മളധികം പറയണ്ട, പകരം പടച്ചോൻ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഏതെങ്കിലും ചരിത്രകാരന്മാർ പറയുകയാണെങ്കിൽ ചരിത്രകാരന്മാര് അതിനെ ഒന്ന് പൊലിപ്പിച്ച് ലേശം ഒരു പൊടിപ്പും തെങ്ങലും വെച്ച് അങ്ങനെയൊക്കെയല്ലേ അവതരിപ്പിക്കുക. ഒരു അവതരണത്തിന്റെ ഒരു തനിമ വേണ്ടേ, ഒരു സ്വാഭാവികത വേണ്ടേ? അല്ലെങ്കിൽ ഒരു പ്രഭാഷകൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണപരമായ ഒരു സാമർത്ഥ്യം ആ സംഭവം ഒരു കഥയാക്കി മാറ്റുന്നതിൽ അല്ലെങ്കിൽ ആ കഥ ഒരു സംഭവമാക്കി തീർക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷെ ഇവിടെ അല്ലാഹു പറയാണ്, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم, നേരത്തെ തന്നെ മദീനയിൽ ഇടം പിടിച്ചവർ, സത്യത്തിന് അഭയം നൽകുന്ന, എവിടെ നിന്ന് പുറപ്പെടുമ്പോഴും സത്യത്തോടുകൂടിയാവണം, എവിടെ പ്രവേശിക്കുമ്പോഴും അത് സത്യത്തോടുകൂടിയാവണം എന്ന റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന അന്വർത്ഥമാക്കിക്കൊണ്ട് സത്യത്തെ സ്വീകരിക്കാൻ സജ്ജമായി നിന്ന മദീന. അതാണ് വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم. അവർക്ക് മുമ്പേ തന്നെ സത്യത്തിന്റെ സങ്കേതമാവുകയും ഈമാൻ പുണരുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, അവർക്കും ഒരു വിഹിതമുണ്ട്. ഇതൊരു കുറച്ച് വേറൊരു കാര്യം പറഞ്ഞു വരുന്നതിന്റെ ഇടയിലെ ഒരു സൂക്തമാണ്. അവർക്കൊരു വിഹിതമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യുദ്ധാർജിത സമ്പത്തിന് അവരും അവകാശികളാണ്. അത് ഇപ്പോ ചർച്ചയല്ല, മറ്റൊരു വിഷയമാണ്. അപ്പോ വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم, നേരത്തെ തന്നെ ഈ സത്യത്തിന്റെ അഭയസ്ഥാനത്ത് ഇടം പിടിക്കുകയും ഈമാനിൽ മുൻനിരയിൽ നിൽക്കുകയും ചെയ്തവർ, അവർക്കും ഒരു വിഹിതമുണ്ട്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരുടെ പ്രത്യേകത എന്താ? അവരിലേക്ക് ഹിജറ ചെയ്തു വരുന്നവരെ ഇവർ ഇഷ്ടപ്പെടുന്നു. മഴ തുടങ്ങിയപ്പോൾ തന്നെ അലർട്ടും അതുപോലെ അവധിയും ഒക്കെ തുടങ്ങി. ഈ 6 മാസം മഴ പെയ്തിരുന്നതാണ് നമ്മുടെ കേരളം പണ്ട്. ഈ സദസ്സിലുള്ള ഒരു 50 വയസ്സിന് മീതെയുള്ള ആളുകൾക്ക് ഒരാഴ്ചയിൽ ഒരൊറ്റ നിമിഷം പോലും സൂര്യൻ കാണാതെ മഴ തുരുതുരാ പെയ്തുകൊണ്ടിരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ആ കേരളം തന്നെയാണ് ഇപ്പോ. പക്ഷെ മനുഷ്യൻ മാറി, മനുഷ്യന്റെ മനോഭാവം മാറി, മനുഷ്യനതിനെ കൈകാര്യം ചെയ്യുന്ന രീതി മാറി. അപ്പൊ എന്ത് സംഭവിച്ചു? പ്രകൃതി എന്ന് പറയുന്നതിന് ഒട്ടും തന്നെ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന ഗതിയിലായി. ടണൽ നിർമ്മാണമൊക്കെ അതിന്റെ ഇടയിൽ വരുന്നതാണ്. ഈ കേരളത്തെ പോലെയുള്ള ഒരു ഭൂപ്രദേശത്ത് ഇത്രയും വലിയ ഒരു സംഗതി, ഒരു സംരംഭം നടക്കുമ്പോ അതിന്റെ സ്വാഭാവികമായും അത് എന്തൊക്കെ പ്രതിഫലനങ്ങൾ, എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാക്കും എന്നതിൽ എത്ര പഠനം നടത്തിയെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഏത് നാടനും ഒരു കാര്യം മനസ്സിലാവും. അതെന്താന്ന് വെച്ചാൽ ഇത്രയും ശക്തമായിട്ട് മഴ പെയ്യുമ്പോ മണ്ണ് മാന്തലും മണ്ണിളക്കലും ഒരിക്കലും വിവരമുള്ളൊരു മനുഷ്യൻ ചെയ്യൂല. പക്ഷെ അത്ര പോലും നമ്മുടെ ഈ വലിയ വലിയ പ്രൊജക്ടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെത്തുന്നില്ല എന്നതിന് മനുഷ്യജീവൻ നമ്മൾ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിപ്പോ ഇതിലേക്ക് പോയത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം എന്നൊരു പ്രയോഗമുണ്ട് ഇപ്പൊ ഈ ഓതിയായത്തിൽ. അവരിലേക്ക് പലായനം ചെയ്തു വരുന്നവരെ അവരിഷ്ടപ്പെടുന്നു. ഇപ്പൊ നമ്മുടെ പ്രദേശത്തൊക്കെ വെള്ളം കയറിയിട്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ ആളുകളെ ഒഴിപ്പിക്കാൻ ഗവൺമെന്റ് മുൻകൈയെടുത്ത് തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ കുറച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ സുഖസൗകര്യങ്ങളുള്ള വീടുകളിൽ കഴിയുന്നവരുടെ മനസ്സെന്തായിരിക്കും?
പഠിച്ചവനെ നമ്മളെ വീട്ടിലേക്കൊന്നും ഗവൺമെന്റ് ആരെയും പറഞ്ഞയക്കാതിരിക്കട്ടെ. വല്ല LP സ്കൂളിലോ കറണ്ട് ഇല്ലെങ്കിലും വെള്ളം ഇല്ലെങ്കിലും കക്കൂസ് ഇല്ലെങ്കിലും വേണ്ടിയില്ല, വല്ല LP സ്കൂളിലോ ഒഴിഞ്ഞ കെട്ടിടത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോകട്ടെ. അതാണ് ആളുകളുടെ മനസ്സുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഫാമിലിയെ എന്റെ വീട്ടിൽ ഞാൻ അക്കമഡേഷൻ അവർക്ക് നൽകാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ ഇന്ന് ഓരോ നാൾ കഴിയുന്നിടത്തോളം ആള് കുറയാണ്. അതിന്റെ ലക്ഷണം നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം കുറവൊന്നും നോക്കണ്ട. നമ്മളുടെ പണക്കാരായ വിശ്വാസി സമൂഹത്തിലെ ദീനുള്ള കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് ആകെ 2 മക്കൾ ഉണ്ടായിരിക്കെ ഈ 2 മക്കളും വേറെ വീട് വെച്ച് പോവുകയാണ്. എന്നിട്ട് 60-70 വയസ്സ് കഴിഞ്ഞ ഈ വൃദ്ധരായ ആളുകളെ ഈ വീട്ടിലുപേക്ഷിച്ച് ആ മക്കളൊക്കെ അവരുടെ സുഖം നോക്കി പോവാണ്. ഇസ്ലാമിക സമൂഹത്തിൽ വരെ ഈ പ്രവണതയാണ് കണ്ടുവരുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, നമ്മളെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനുഷ്യന്റെ പ്രകൃതത്തിലെല്ലാം ഉണ്ടാവും. പ്രായമാവുമ്പോ കുറച്ച് വാശി, കുറച്ച് കുശുമ്പ്. ചെറുപ്പത്തിൽ എന്തൊക്കെ ഉണ്ടാവുക ഒരു കുട്ടിക്ക്? ഈ വികൃതികളും ഈ കുസൃതികളുമൊക്കെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലാതെ പ്രായമായ ആളുകൾക്കുണ്ടാവും. അതും മനസ്സിലാക്കാൻ മക്കൾക്ക് കഴിയണ്ടേ? ആ മകന്റെ ഉപ്പാനെ സ്നേഹിക്കാൻ ആ മകന്റെ ഇണയായിട്ട് വരുന്ന ഈ പെൺകുട്ടിക്ക് സാധ്യമാകണ്ടേ? കഴിയുന്നില്ല. എന്നിട്ട് 60-70 വയസ്സായ ദമ്പതികളെ അവരുടെ വീട്ടിലുപേക്ഷിച്ച് തൊട്ടപ്പുറത്ത് പോയിട്ട് ചുംബിയായ വീടുണ്ടാക്കിയിട്ട് അവിടെ സുഖസുന്ദരമായി ജീവിക്കുന്നു. തനിക്ക് നാളെ വരാനിരിക്കുന്നതും ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഈ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുടെ കക്ഷത്ത് വെച്ച ഈ മനുഷ്യൻ, ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കൂ. നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. എവിടേക്ക്? യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. ഇവരിലേക്ക് ഹിജറ ചെയ്തു വരുന്ന ആളുകളെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ഇവർ സന്നദ്ധരാണ്. ആരാ ഈ പറയുന്നത്? അല്ലാഹ് പറയാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചരിത്രകാരനോ ഏതെങ്കിലും പ്രഭാഷകനോ അല്ല. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവരിലേക്ക് ഹിജറ ചെയ്തു വരുന്നവരെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ അവർ സന്നദ്ധരാണ്. അപ്പൊ നമ്മളിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഈ ഖുറൈശികൾ കച്ചവടക്കാരാന്നല്ലേ പറഞ്ഞത് മൂപ്പര്? കച്ചവടക്കാര് വരുമ്പോ പാവങ്ങൾ സ്വീകരിക്കാതിരിക്കോ? എങ്ങനെങ്കിലും ഒരു ബിസിനസ് മൈൻഡിലേക്ക് കൊണ്ടുപോകാനേ നമുക്ക് കഴിയുള്ളൂ. കച്ചവടക്കാര് വരുമ്പോ പാവങ്ങൾ സ്വീകരിക്കാതിരിക്കോ? കാരണം എന്തെങ്കിലും 10 രൂപന്റെ പ്രയോജനം കിട്ടുന്നില്ല കരുതുക. ഖുറൈശി കുടുംബത്തിൽപ്പെട്ട നല്ല എടാഗടികന്മാരായ ഗോത്രത്തിലെ ആളുകൾ, സുന്ദരികളായ യുവതികളും യുവാക്കളും അല്ലേ വരുന്നത്. അപ്പോ ഈ പാവപ്പെട്ട മദീനയിലെ പാവങ്ങൾ അവരെ സ്വീകരിക്കാതിരിക്കോ? എന്തൊക്കെ കാര്യം നടക്കും? ഇത് വളഞ്ഞ വഴിയിലെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നേരെ ചൊവ്വേ നമ്മുടെ മോളെ അയാളെ കൊണ്ട് കെട്ടിച്ചൂടെ? അല്ലെങ്കിൽ ആ സ്ത്രീയെ നമുക്ക് കല്യാണം ആലോചിച്ചൂടെ? ഇങ്ങനെ എന്തൊക്കെ സ്കോപ്പ് ഉണ്ടാവും? ഇങ്ങനെയാണല്ലോ മനുഷ്യൻ ചിന്തിക്കാം. അപ്പൊ അല്ലാഹ് പറയാണ്, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു. നോക്കൂ നിങ്ങൾ, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു. ഇവരിലേക്ക് വരുന്ന ഈ ആളുകൾക്ക് എന്തൊക്കെയാണ് നൽകപ്പെട്ടത് എന്നതിൽ ഇവർക്കൊരു കണ്ണുമില്ല. അവരത് നോക്കിയിട്ടേ ഇല്ല. വരണവും പൈസക്കാരനാണോ, സുമുഖനായ യുവാവാണോ, സുന്ദരിയായ സ്ത്രീയാണോ, സമൂഹത്തിൽ സ്ഥാനമാനമുള്ളവനാണോ, ഈ മദീനക്കാരന്റെ ചെറു ബിസിനസ് മക്കയിലേക്ക് വികസിപ്പിക്കാൻ പറ്റുന്ന വ്യാപാര ശൃംഖലയുടെ നായകത്വം വഹിക്കുന്നവനാണോ? ഒരു നോട്ടമില്ല. അല്ലാഹ് പറയാണ്, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു. അവർക്ക് നൽകപ്പെട്ടതിൽ ഇവർക്കൊരു നോട്ടമില്ല. എന്നാ അവിടെ തീർന്നോ? എന്നിട്ട് അല്ലാഹ് പിന്നെയും പറയാണ്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഈ വന്നവർ എന്തും കൊണ്ടാണ് വരുന്നത് എന്ന് ഇവർ നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇവരുടേതൊക്കെ അവർക്ക് കൊടുക്കാൻ ഇവർ സർവാത്മനാ മുന്നിലാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സുഹൃത്തുണ്ട്, ഒരു പട്ടിണിപ്പാവം ഒരു സുഹൃത്ത്. ആരാണ് ഇത്? ഈ ഹിജറ വന്നിട്ട് ചെയ്തിട്ട് അവിടുന്ന് ഒരു പ്ലാനും ഇല്ലാതെ അവർക്ക് മദീനയിൽ വന്ന ശേഷം എന്ത് ചെയ്യണം എന്നതിന് ഒരു മുന്നൊരുക്കം നടത്താൻ മക്കയിൽ ഇരുന്നിട്ട് ഒരു പാവപ്പെട്ടവന് കഴിയോ? നമുക്ക് ആലോചിച്ചാൽ അറിയല്ലോ. ഇത്രയും സംവിധാനങ്ങളുള്ള ഇന്ന് പോലും പ്രയാസമായിരിക്കും. പിന്നെ അന്നത്തെ കാര്യം പറയണോ? അപ്പൊ റസൂലുള്ളാഹി ഹിജറ ചെയ്യാൻ നിർദ്ദേശിച്ചു കൊണ്ട് പോന്നതാണ്. അവിടെ കൂടെ പോരുന്നവരൊക്കെ കൂടെ പോരും. ചിലരുടെ ഇണകളില്ല, ചിലരുടെ ഇണകളേ ഉള്ളൂ, ഭർത്താക്കന്മാരില്ല. ചിലരുടെ മക്കളില്ല, മക്കൾ പരസ്പരം ശത്രുക്കളാണ്. ജ്യേഷ്ഠനില്ല, അനുജനില്ല, ഉപ്പയില്ല, മക്കളില്ല. അവിടെ ആ കുഫറിനോട് ഒട്ടി നിന്നവരെ അവിടെ വിട്ടേച്ച് ദീനിന്റെ മാർഗത്തിൽ സത്യത്തിന് പ്രവേശനമുള്ളിടത്തേക്ക് പോന്നതാണ്. അതിൽപ്പെട്ട ഒരു സഹാബിയെ എണീപ്പിച്ചു നിർത്തിയിട്ട് റസൂലുള്ള പറഞ്ഞു, ഒരു സുഹൃത്തുണ്ട്, ആര് സ്വീകരിക്കും?
അപ്പൊ സഹസ്ന്നൊരു സഹോദരൻ ചാടി എണീറ്റു. ഇതേതാണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് വേറെ പണിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒറ്റയ്ക്കിരുന്ന് ആരും ശപിക്കുന്നില്ല. എല്ലാവരും ഇനിയുണ്ടോ എന്ന ചോദ്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിച്ച പാടെ സഹസിൽ നിന്ന് എണീറ്റ് ഞാൻ കൊണ്ടുപോകാം. അപ്പൊ ആ മനുഷ്യൻ വന്നപ്പോ ആദ്യം തന്നെ ആരോട് ഇത് ആരെ ഏൽപ്പിക്കുമെന്നതല്ല റസൂലിന്റെ വിഷയം. നിങ്ങൾ ഹദീസിലേക്ക് നോക്കൂ. ഈ മനുഷ്യൻ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പട്ടിണി പാവത്തിന് ഒരു നേരം ഊട്ടാൻ തന്റെ ഭാര്യമാരുടെ ആരുടെയെങ്കിലും പക്കൽ വല്ലതുമുണ്ടോ എന്നറിയാൻ അവരുടെ അടുത്തേക്ക് ആളെ വിട്ടു. വെള്ളമല്ലാതെ ഒന്നുമില്ല എന്നാണ് ഒട്ടുമിക്ക ഭാര്യമാരുടെ വീട്ടിൽ നിന്നും കിട്ടിയ മറുപടി. ആ പദ്ധതി പാളിയപ്പോഴാണ് റസൂലുള്ള ഇത് സദസ്സിൽ വെക്കാം എന്ന് തീരുമാനിക്കുന്നത്. നോക്കണം നിങ്ങൾ. ഒരു വക ഏൽപ്പിച്ചു കൊടുക്കാവുന്നവരെയും ഒരു വക വീതം വെക്കാവുന്നതും ഒക്കെ ഏൽപ്പിക്കലും വീതം വെക്കലും കഴിഞ്ഞ ശേഷമുള്ളൊരവസ്ഥയാണിത്. അപ്പൊ പിന്നെ ഏതായാലും പൊതുവായിട്ട് സദസ്സിൽ വെക്കാം. ഈ സഹോദരനെ ഇന്ന് രാത്രിയിൽ ഒരു അതിഥിയായി സ്വീകരിക്കാൻ ആരുണ്ട്? ഒരാൾ എണീറ്റ് വന്നു. അദ്ദേഹം ഇദ്ദേഹത്തെയും കൂട്ടി വീട്ടിൽ ചെന്നു. എന്നിട്ട് വീട്ടുകാരോട് പതുക്കെ ചോദിച്ചു, വല്ലതുണ്ടോ? മക്കൾക്കുള്ള എന്തോ ഒരൽപ്പുണ്ട്, ഇത്രയേ ഉള്ളൂ, നമുക്ക് തന്നെ ഭക്ഷണമില്ല. എന്നാൽ ഈ സൂത്രത്തിൽ മക്കളെന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെയൊരു ഉറക്ക് അത് നമുക്ക് നമ്മുടെ അതിഥിക്ക് കൊടുക്കണം. റസൂലുള്ളാഹിന്റെ അതിഥിയാണ്. എന്നിട്ട് ലൈറ്റ് അണച്ചു എന്നാണ്. ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ലൈറ്റ് അണച്ചു. സ്വാഭാവികമായിട്ടും ഇദ്ദേഹവും കൂടെ ഇരുന്ന് കഴിക്കുന്നത് പോലെ ഭാവിച്ചു. ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. അതിനെപ്പറ്റിയാണ് അള്ളാഹ് പറയുന്നത്, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഉതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഈ വരുന്നവർക്ക് എന്തൊക്കെ നൽകപ്പെട്ടു എന്നതിൽ ഒരു കണ്ണും അവർക്കില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കച്ചവടക്കാരൻ, സുന്ദരി, യുവാവ്, അങ്ങനെ മനുഷ്യ സഹജമായി ഏതൊക്കെ വഴിയെ ഒരു സംഘത്തെ അക്കമഡേറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ചിന്തിച്ചു പോകാമോ, ആ ചിന്തയൊന്നുമില്ല. അള്ളാഹ് പറയാണ്, ആ ചിന്തയൊന്നുമില്ല. എന്നിട്ട് ഇവരുടെ ആവശ്യത്തെക്കാൾ അവർക്ക് മുൻഗണന കൊടുക്കാൻ ഇവർക്ക് ഇവരെക്കാളേറെ അവർക്ക് മുൻഗണന കൊടുക്കാൻ അവർ ഞാൻ എന്ന വട്ടിൽ മുന്നിലാണ്. എന്നിട്ടാണ് അള്ളാഹ് പറയുന്നത്, മനുഷ്യന്റെ മനസ്സിന് ഒരു കൊളത്തിപ്പിടുത്തുണ്ട്. എന്തിനേക്കുള്ള കൊളത്തിപ്പിടുത്തം? ദുനിയാവിലേക്കുള്ള ഒരു കൊളത്തിപ്പിടുത്തം, സൗകര്യങ്ങളിലുള്ള ഒരു കൊളത്തിപ്പിടുത്തം, സ്ഥാനമാനങ്ങളിലുള്ള ഒരു കൊളത്തിപ്പിടുത്തം. ഇത് മനുഷ്യന്റെ മനസ്സിനുണ്ട്. ഇതിൽ നിന്ന് ഈ മനുഷ്യ മനസ്സിനങ്ങ് മോചിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞവനുണ്ടല്ലോ, അവരാണ് വിജയിക്കുന്നത്. അതാണ് ഒരാൾ ഒരു പ്രജയെന്ന, ഒരു ദാസനെന്ന, യജമാനന്റെ സാക്ഷാൽ യജമാനന്റെ ഒരു ദാസനെന്ന അവസ്ഥ വിട്ട് ഞാൻ തനിക്ക് താൻ പോകുന്നവനാണെന്ന് കരുതി, എന്നിട്ട് ഐഹിക ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളിൽ അദ്ദേഹം മതിമറന്നുപോയി. അയാളുടെ അഭയസങ്കേതം സ്വർഗമാണ്. അതേസമയം മനുഷ്യന്റെ മനസ്സിനെ ഈ ഒരു നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞ ഈ ഒരു പിടുത്തുണ്ടല്ലോ, ഒരു ഗാന്ധികമായ ഒരു ആകർഷണം സൗകര്യങ്ങളിലേക്ക്, സ്ഥാനമാനങ്ങളിലേക്ക്, ഐഹിക ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളിലേക്ക്, ഇതിൽ നിന്ന് മനുഷ്യന്റെ മനസ്സിനങ്ങോട്ട് മോചിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു വിശ്വാസിയുടെ മിനിമം പാസ് മാർക്ക് എന്ന് നിങ്ങൾ കാണണം. ആ ഒരു മനസ്സുണ്ടെങ്കിൽ എത്ര കൊടുത്താലും ഒരു വിഷമം ഉണ്ടാവില്ല. ആ ഒരു മനസ്സുണ്ടെങ്കിൽ എത്ര പങ്കുവെച്ചാലും ഒരു വേവലാതി ഉണ്ടാവില്ല. ആ ഒരു മനസ്സുണ്ടെങ്കിൽ ആരെ കൈ നീട്ടി സ്വീകരിക്കുന്നതിലും ഇനിയുണ്ടോ എന്ന ചോദ്യമേ അയാളിൽ നിന്ന് ഉയരൂ. അത്രയൊന്നും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നമ്മുടെ പഴയ തലമുറയിൽ ഈ മനസ്സുള്ളവർ ധാരാളമുണ്ടായപ്പോ അവർ സൃഷ്ടിച്ച ചരിത്രത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെയൊക്കെ തന്നെ ചുറ്റുവട്ടങ്ങളിലുണ്ടാവും. നേരെ മറിച്ച് ഈ മനസ്സിൽ നിന്ന് സുഖസൗകര്യങ്ങളിലേക്കും സ്ഥാനമാനങ്ങളിലേക്കും ആഡംബര ജീവിതത്തിലേക്കും നമ്മൾ ആണ്ടുപൂണ്ടു പോകാൻ തുടങ്ങുമ്പോ സ്വന്തം പെറ്റ തന്തയെയും പെറ്റു വളർത്തിയ തന്തയെയും തള്ളയെയും വരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യൻ അതപ്പതിച്ചും പോകും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് മക്കളൊക്കെ നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. എപ്പോ നമ്മൾ വല്ല റിലീഫും ചെയ്യുമ്പോ അത് അവര് കാണട്ടെ എന്ന നല്ല നീയത്താണ്, അല്ലാതെ ലോകം അറിയട്ടെ എന്ന റിയാഗിന്റെ ലക്ഷണമല്ല. ബാപ്പ ഇത്തരക്കാരനാണ്, ബാപ്പ കൊടുക്കുന്നവനാണ്, ബാപ്പ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവനാണ്. ബാപ്പാക്ക് ബാപ്പാന്റെ വിഷമം പോലെ മറ്റൊരു മനുഷ്യന്റെ വിഷമം, അത് ഏത് മതസ്ഥനോ ആവട്ടെ,
മനുഷ്യനാണോ അയാളുടെ വിഷമം? അത് കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നവനാണ്. കൊടുത്തും കൊണ്ടും. ഇപ്പൊ 2 കുട്ടികളാണ് ആകെ വീട്ടിലുണ്ടാവുക. 2 കുട്ടികളെ ഉണ്ടാവുള്ളൂ. ഈ 2 കുട്ടികളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇനിയിപ്പോ വരാൻ പോകുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഈ 2 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഒരു സാധനം കൊടുക്കുമ്പോ നമ്മളെന്താ പറയാ? അങ്ങനത്തെ ഒന്നും കൂടി തന്നാളെ, അല്ലെങ്കിൽ വീട്ടിൽ അടിയാവുന്നു. ഒന്ന് കൊടുത്തിട്ട് ഈ 2 കുട്ടികളോട് മാറി മാറി ഉപയോഗിക്കാൻ ശീലിപ്പിക്കണം. അതിന് പകരം 2 മേടിക്കുക. കളിക്കോപ്പ് 2 മേടിക്കുക. അല്ല ഈ 2. ഇത് 10 രൂപേന്റെ കേസായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തോന്നും. പക്ഷെ ഇതൊരു മനോഭാവത്തെ വളർത്തുകയാണ്. അവിടെ പങ്കുവെക്കാനേ മനസ്സില്ല എന്ന ഒരു ശീലത്തിൽ ഈ കുട്ടിയെ ചെറുപ്പം നാളെ നമ്മൾ വളർത്തുകയാണ്. അത് വളരുന്നത് നല്ല ദിശയിലാവും എന്ന് കരുതാൻ പലപ്പോഴും അനുഭവം നമ്മെ അനുവദിക്കില്ല. ഇങ്ങനെ കുറെ ചിന്തകളുണ്ട്. ഈ മഹനീയമായ ത്യാഗത്തിന്റെ കഥയോർക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളെയും നമ്മുടെ മക്കളെയും വളർത്താൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ നാഥ. വലിയ ദുരന്തങ്ങളിൽ നിന്ന്, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മാരകമായ ഗൗരവപ്പെട്ട വല്ല രോഗത്തിന്റെയും ബീജങ്ങൾ ഞങ്ങളിൽ വളരുന്നുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, നീ തന്നെ അത് കരിച്ചു കളയണേ നാഥ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചു വിളിച്ചവരോട് കരുണ കാണിക്കണേ റബ്ബേ. അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ റബ്ബേ. അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ നാഥ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.